നമസ്കാരം. ഓൺലൈൻ മാധ്യമങ്ങളുടെ ഈ കാലത്ത് അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജി വലുതായിരിക്കുന്ന സമയത്ത് റീഡിങ്ങിന് വേണ്ടി ബുക്കുകളൊക്കെ കിട്ടുന്ന സമയത്ത് വായിക്കാനൊക്കെ ആർക്കാണ് നേരം ഇല്ലേ? അല്ലെങ്കിൽ വായന കൊണ്ട് എന്താണ് ഇത്ര കാര്യം? വായനയുടെ ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്തിനാണ് വായിക്കുന്നത്? അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? കുട്ടികളെ ഈ വായനയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കുട്ടികൾ ഇന്നത്തെ കാലത്ത് അവരുടെ പഠനത്തിനിടയിൽ വായിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാം, വായന തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സിനെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ, പുതിയ ഇമോഷൻസിനെ പരിചയപ്പെടുത്താൻ, പുതിയ കാലത്തെ, പുതിയ ലോകത്തെ, പുതിയ മനുഷ്യരെ, പുതിയ സാഹചര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ്. വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം കിട്ടും. ഒരു മനുഷ്യൻ ഒരു ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾ ഒരുപാട് ജീവിതങ്ങളിലൂടെ അയാളുടെ ജീവിതത്തെ കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേകതരമായിട്ടുള്ള അനുഭൂതിയിലൂടെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ, എമ്പതി ഉണ്ടാവാൻ, സഹാനുഭൂതിയോടുകൂടി ജീവിക്കാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവാനൊക്കെ വായന തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നമ്മുടെ ചരിത്രത്തെ അറിയാൻ, നമ്മുടെ നാടിനെ അറിയാൻ, നമ്മുടെ മുൻഗാമികളെ അറിയാൻ, നമ്മൾ എങ്ങനെ ഇങ്ങനെ ആയി എന്നറിയാൻ, അല്ലെങ്കിൽ നമ്മളുടെ മുൻകാലങ്ങളിലുള്ളവർ കടന്നുപോയ വഴികളിലൂടെ സഞ്ചരിക്കാൻ, ഇതിനൊക്കെ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് വായന തന്നെയാണ്. കുട്ടികൾ വായനയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞതുപോലെ അവർ കുറച്ചുകൂടി സഹാനുഭൂതിയുള്ള മനുഷ്യരായി മാറുകയും അവർ കുറച്ചുകൂടി മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കാനും, അവരുടെ ചരിത്രം എന്താണെന്നും അവരുടെ ജീവിതത്തിൽ അവർ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്നും, അല്ലെങ്കിൽ മുൻഗാമികളെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവാൻ ഈ ഒരു വായന തീർച്ചയായിട്ടും അവരെ സഹായിക്കും. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് റീൽസും ഗെയിമും മൊബൈലിൻ്റെ അഡിക്ഷനും ഒക്കെ ആയിട്ട് കുട്ടികൾ വളരെയധികം മാനസികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും വൈകല്യങ്ങളിലൂടെയും തന്നെ കടന്നു പോകുന്ന ഒരു സമയത്ത് അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഒന്ന് ചിന്തിക്കാനും പുതിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു സാഹചര്യം വായനയിലൂടെ കുട്ടികൾക്ക് എത്തും എന്നുള്ളതിന് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി എന്ത് വായിച്ചു തുടങ്ങണം എന്നുള്ളത്, ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുകയും തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള രസകരമായിട്ടുള്ള കഥകളിലൂടെ തുടങ്ങി അവരുടെ ആ ഒരു ഇഷ്ടമനുസരിച്ച് അവരുടെ മേഖലകൾ അനുസരിച്ചുള്ള വായനയിലേക്ക് അവർ തനിയെ തന്നെ എത്തിക്കോളും. പക്ഷേ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തൊക്കെ ആര് വായിക്കാനാ? അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെയും ഓൺലൈൻ ഈ മാധ്യമങ്ങളുടെയൊക്കെ കാലത്ത് വായനയ്ക്ക് അത്ര വലിയ പ്രസക്തി ഇല്ല എന്ന രീതിയിൽ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു അവധിക്കാലത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് ലൈബ്രറികൾ എന്ന് പറയുന്നത്. ഓരോ ഗ്രന്ഥശാലകളിലും കുട്ടികളുടെ കൈയൊന്ന് തൊട്ടിരുന്നെങ്കിലെന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. ഈ ഒരു സമയം അത്തരം പുസ്തകങ്ങൾക്ക് അവർക്ക് പുറം ലോകം കാണാനുള്ളൊരു അവസരവും ആ ഒരു ഇരുണ്ട അലമാരകളിൽ നിന്നുള്ളൊരു ശാപമോക്ഷം നൽകാൻ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കൈകൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.